വസന്ത്, ഇവിടെ ന്യായങ്ങൾ ഒരുപാടുണ്ട് ഇന്ന് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാർട്ടിക്കാരാണ്, കൂടെ നിൽക്കുമെന്ന് പറയുകയാണ് ഉളുപ്പില്ലാതെ ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം. യാതൊരു സംശയവുമില്ല. നമുക്കറിയാം എന്തുകൊണ്ട് ഈ കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്ന പല തെരഞ്ഞെടുപ്പുകളും സംഭവിച്ചു. അതിനുശേഷം കൊലപാതക രാഷ്ട്രീയത്തെ ജനം എത്രത്തോളം വെറുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. എന്നിട്ടും ഇവർക്ക് നേരം വെളുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീ രഞ്ജിത്ത്, നോക്കൂ, കൊന്നത് മണികണ്ഠനും സജിയും ഈ കുഞ്ഞിരാമനും ഒക്കെ ആണെങ്കിൽ കൊലച്ചോറുണ്ടത് പിണറായിയും MV ഗോവിന്ദനുമാണ്. നാണമുണ്ടെങ്കിൽ, നാണം വേണ്ട, സ്വന്തം മക്കളുണ്ടല്ലോ, ഏതാണ്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെ ഒക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള പ്രായത്തിൽ, ആ മക്കളോടെങ്കിലും മിനിമം ഒരു സ്നേഹമുണ്ടെങ്കിൽ, മനസാക്ഷി കുത്തുണ്ടെങ്കിൽ, കൊല്ലാൻ പറഞ്ഞു വിട്ടതും കൊല്ലിച്ചതും ആ കൊലച്ചോറ് തിന്നതും പോട്ടെ, എന്നിട്ട് അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് മേനി നടക്കാൻ ഇവന്മാർക്ക് നാണമുണ്ടോ? മനസാക്ഷി എന്ന് പറഞ്ഞത് ഹൃദയത്തിലുണ്ടോ? ഇപ്പൊ MJ പറയുകയാണ്, ഞാൻ വളരെ സൂക്ഷ്മമായി കേൾക്കുകയായിരുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. MJ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ ഈ കൊലയൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത്. ഇനി CPM ആണ് കൊല്ലപ്പെട്ടതെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായി, പിണറായി ഭരണത്തിൽ പോലും ഉണ്ടായി. പിണറായി ഭരണത്തിൽ നിങ്ങൾക്ക് രക്തസാക്ഷികൾ ഉണ്ടാകുന്നെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരുടെ ജീവനും സ്വത്തിനും പോലും സംരക്ഷണം കൊടുക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ട് ഏതെങ്കിലും നല്ല മരവാഴയുടെ വിത്ത് കിട്ടുമെങ്കിൽ മേടിച്ച് അവിടെ കൃഷി ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നുള്ളതാണ്. നോക്കൂ, ശരത് ലാലിന്റെ സഹോദരി, അദ്ദേഹത്തിന്റെ പിതാവ് ഈ ചർച്ചയിലുണ്ട്, ശരത് ലാലിന്റെ സഹോദരി അമൃതയുടെ വിവാഹം നടക്കുന്നത് ഈ കൊലപാതകത്തിന് ശേഷമാണ്. ആ വിവാഹത്തിലേക്ക് ഒരു പൂമാല മേടിച്ചപ്പോ പോലും അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ടാക്സ് പണം വരെ കൊണ്ട് ഇവർ സുപ്രീം കോടതിയിലേക്ക് പോയത്. നാണമുണ്ടോ നിങ്ങൾക്ക്? ആ പൂമാല മേടിക്കുമ്പോ അവിടെ ഇവരുടെ കൊക്കിന് പിടിച്ച് കുരങ്ങിന് പിടിച്ച് SGST, ആ GST, ഈ GST എന്ന് പറഞ്ഞ് നിങ്ങൾ പിഴിഞ്ഞെടുത്ത ടാക്സ് പണം ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഷുഹൈബിന്റെയും ഈ TP ചന്ദ്രശേഖരന്റെയും ഒക്കെ ഭാര്യമാർ, അവരുടെ അനാഥരാക്കപ്പെട്ട മക്കൾ, അവരുടെ വിധവകൾ, അവരുടെ കണ്ണീരടിഞ്ഞ കുടുംബം, അവരുടെ ടാക്സ് പണം കൊണ്ടാണ് നിങ്ങൾ അവരുടെ കൊല അന്വേഷിക്കാൻ വേണ്ടി, അവരുടെ കൊലപാതകത്തിൽ നിഷ്ഠൂരമായ വൃത്തികേട് കാണിച്ചവന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. MJ ചോദിച്ചില്ലേ, ഈ കൊലപാതകത്തിൽ എന്താണ് വ്യത്യാസം? CPM നടത്തുന്ന കൊലപാതകങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട് MJ. കാരണം എന്താണെന്ന് അറിയാമോ? കണ്ണൂരിലെ കരുണ മെഡിക്കൽ കോളേജിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോ 5 ഡോക്ടർമാർ 5 മണിക്കൂറത്തെ ഓപ്പറേഷന് വിധേയരായി. എന്തിനാ? TP ചന്ദ്രശേഖരന്റെ ജീവൻ തിരിച്ചു പിടിക്കാനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മുഖം ഈ തൊടയിൽ നിന്നും കൈയുടെ ഈ ഭാഗത്തു നിന്നുമൊക്കെ ദശ കണ്ടിച്ചെടുത്ത് തുന്നിച്ചേർത്ത് ആ മുഖത്തിന് ഒരു മനുഷ്യ സാദൃശ്യമായ മുഖമാക്കി മാറ്റാൻ വേണ്ടി 5 മണിക്കൂറത്തെ ഓപ്പറേഷൻ വേണ്ടി വന്നു. എന്നിട്ടാണ് നിങ്ങളുടെ പഴയ SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ KK രമ എന്ന തന്റെ പ്രിയതമന്റെ മുഖത്ത് അന്ത്യചുംബനമെന്ന് കൊടുക്കാൻ ഇതാ ഇങ്ങനെ ചുണ്ട് വിറയാർന്ന് ചേർത്ത് പിടിക്കുന്ന ആ സ്ത്രീയുടെ മുമ്പിലേക്ക് അവർക്കൊന്ന് ചേർത്ത് ചുംബിക്കണ്ടേ? അവസാനമായിട്ട് അങ്ങനെ ചുംബിക്കാൻ അതിനൊരു മനുഷ്യക്കോലം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി 5 മണിക്കൂറത്തെ ഓപ്പറേഷൻ വേണ്ടി വന്നു. ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയല്ല MJ. 51 വെട്ട്, ആ വെട്ടിയവരെയാണ് കഴിഞ്ഞ ദിവസം മനസാക്ഷി കുത്തെന്നുണ്ടല്ലോ, മനസാക്ഷി പരിഗണന എന്നൊന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ന്യായീകരിക്കുന്നത്. നോക്കൂ, അവന് പരോള് കൊടുക്കുമ്പോ ആ പരോള് കൊടുത്തതിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അല്ല, CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളല്ല, വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത വിജയരാഘവനല്ല, മറിച്ച് നിങ്ങൾ മാഷ് എന്ന് വിളിക്കുന്ന, നിങ്ങൾ പരിണിത പ്രജ്ഞൻ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി നേരിട്ടെത്തി പറയാണ്, കൊടുശ്ശിനിക്ക് മാനുഷിക പരിഗണന കൊടുക്കണം, മനുഷ്യാവകാശമുണ്ട്. ആ മനുഷ്യാവകാശം KK രമയ്ക്കുണ്ട്, ഈ ചർച്ചയിലുള്ള ഞങ്ങളുടെ ശരത് ലാലിന്റെ പിതാവിനുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കുണ്ട്, ഷുഹൈബിനുണ്ട്. ഷുഹൈബിന്റെ കാലിന് താലെ 33 വെട്ട്, നിങ്ങളുടെ പോലീസിന്റെ FIR 33 വെട്ട്. താലിബാൻ ചെയ്യുമോ ഇങ്ങനെ? ഒരു മനുഷ്യന്റെ മുഖത്ത് 51 വെട്ട് താലിബാൻ ചെയ്യുമോ ഇങ്ങനെ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വലിയ കാര്യമായി പറഞ്ഞുള്ളൂ. ഇപ്പൊ MJ പറഞ്ഞു 200 സംതിങ് രക്തസാക്ഷികൾ നിങ്ങളുടെ വെബ്സൈറ്റിലുണ്ട്. പണ്ട് റഹീം പറഞ്ഞുകൊണ്ടിരുന്നത് 536 വാട്ട് എവർ ഇറ്റ് ഈസ്, കണക്കെന്തുമാവട്ടെ, ഏതെങ്കിലും ഒരു രക്തസാക്ഷി ഇത്രമാത്രം ക്രൂരമായി തീവ്രവാദികൾ ആക്രമിക്കുന്നത് പോലെ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഇരട്ടത്താപ്പിന്റെ കഥയും കൂടെ പറയാം. ഞാൻ അതാണ് MJ സംസാരിച്ചപ്പോൾ ചോദിച്ചത്, നിങ്ങളുടെ ആ 236 പുഷ്പനുണ്ടോ? പുഷ്പന്റെ കൂടെ കൊല ചെയ്യപ്പെട്ട 4ഓ 5ഓ രക്തസാക്ഷികളുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ശാസ്ത്രീയ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയാണ് അന്ന് സമരം നടത്തിയത്. ആ സമരത്തിലാണ് നിങ്ങൾ രക്തസാക്ഷികളെ ഉണ്ടാക്കിയത്, പുഷ്പനെ ഉണ്ടാക്കിയത്. ലാസ്റ്റ് പുഷ്പനെ വിട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ വോട്ടുണ്ടാക്കിയത്.
എന്നാൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശാസ്ത്രീയ മേഖല 100% പ്രൈവറ്റൈസ് ചെയ്ത സർക്കാരിന്റെ പേര് പിണറായി വിജയൻ ഗവൺമെന്റ് എന്നാണ്. അതായത് നിങ്ങളുടെ രക്തസാക്ഷികളോട് പോലും ഞങ്ങൾക്ക് അത്ഭുതമില്ല കേട്ടോ. ഞങ്ങളുടെ രക്തസാക്ഷികളെ പറ്റി നിങ്ങൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ രക്തസാക്ഷികളോട് പോലും കൂറില്ലാത്ത, നിങ്ങളുടെ രക്തസാക്ഷികളോട് പോലും നെഞ്ചുറപ്പില്ലാത്ത, സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് CPM എന്ന്. തിരിച്ചു വരാം. ഇവിടെ